വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സിപിഎമ്മിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ചിത്രങ്ങളിലേക്ക്, തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. ദില്ലിയുണ്ട് വിശദാംശങ്ങളുമായി. ദില്ല, ശക്തമായ പ്രതിഷേധമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ അധിനിവേശത്തിനെതിരെ രാജ്യത്തെമ്പാടും നടക്കുന്നത്. തിരുവനന്തപുരത്തും ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പറയുന്നത് പോലെ രാജ്യത്തെമ്പാടും വെനസ്വേലയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഒന്നടങ്കം ഇന്ന് സിപിഎം ഐക്യദാർഢ്യം പ്രതിഷേധ സംഗമം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പാളയം സിപിഎം പാളയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സാഫല്യം കോംപ്ലക്സ് മുതൽ രക്തസാക്ഷി മണ്ഡപം വരെയുള്ള ഈ ഒരു വരുന്നത്. ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് പോകാമെന്ന്. അറസ്റ്റ് ചെയ്തതായി നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ കഴിഞ്ഞ നാളുകളായി തന്നെ വെനിസ്വേലയെ ഉന്നമിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ എണ്ണ സമ്പത്ത് രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നടക്കാതെ വന്നപ്പോൾ മയക്കുമരുന്നിൻ്റെ വ്യാജ കേസുകൾ എടുത്തുകൊണ്ട് ആ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത്, പ്രസിഡന്റിൻ്റെയും ഭാര്യയും അറസ്റ്റ് ചെയ്ത് കപ്പലിൽ ഇടുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി കഴിയും. ഇതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ സിപിഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ പാളയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാനായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും അതുപോലെ തന്നെ CITUവിൻ്റെ നേതാവുമായിട്ടുള്ള സഖാവ് പുഷ്പലത സാഹിബിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പോൾ സിപിഎമ്മിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള തെമ്മാടിത്ത മുഖം മുന്നിൽ കാണിച്ചുകൊണ്ടാണ് വെനിസ്വേലയിലെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അദ്ദേഹത്തിൻ്റെ വൈഫിനെയും ഭാര്യയെയും ഇന്നലെ രാത്രി ലോകമുറങ്ങുന്ന ആ ലോക സാഹചര്യത്തിൽ അവരെ തടങ്കലിലാക്കി കപ്പലിൽ കൊണ്ടുവന്ന് കണ്ണുകെട്ടി നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ മേൽ കടന്നു പിടിച്ചിരിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ സാമ്രാജ്യത്വത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് വെനിസ്വേല എന്ന് പറയുന്നത്.